മലിശാബ്ദങ്ങൾ അവരാരാ? ഞാൻ കൃത്യമായിട്ട് തെളിവ് പറഞ്ഞുതരാം. ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ വളരെ പ്രിയങ്കരനായ സുഹൃത്താണ്. ഇതുവരെ വൈലത്തൂര് താഴെ ഓമച്ചപ്പഴം അവിടെ ഇതുവരെ മുദരിസായിരുന്നു. 1.5 മാസം മുമ്പ് അവിടുന്ന് പോയിട്ടുണ്ട്, പനി അയച്ചു. ആളിപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇനി ഞാൻ പറഞ്ഞ ആളോട് ചോദിച്ചാൽ മതി. ആൾ കളവാന്ന് പറഞ്ഞാൽ നാളെ എന്റെ പ്രസംഗം ഞാൻ നടത്തും. അത് റഹ്മാനെ പറഞ്ഞാൽ വിടലാന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പ്രസംഗിക്കൂല. അയാൾ കോളേജ് ഇറങ്ങുമ്പോൾ ആൾക്ക് പനി പിടിക്കണം. മഞ്ചേരിയിൽ നിന്ന് ഒഴിവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടു. അവിടുന്ന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇയാൾ അനങ്ങാതാണ് കിടക്കുന്നത്. നിപുണനായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കബറ് വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞു. ഒരിക്കലും രോഗി രക്ഷപ്പെടില്ല. നാട്ടിൽ കബറ് വെച്ചു, കബറ് കുഴിച്ചു, താമസം വിന. ഇയാൾ മിണ്ടാതെ അനങ്ങാതാണ് കിടന്നപ്പോ പരിശോധിക്കുന്ന ഡോക്ടർ, വലിയ ഡോക്ടർ വിളിച്ചു. അയാൾ വന്നിട്ട് പറഞ്ഞു, മരിച്ചിട്ട് മണിക്കൂർ കളിക്കണം കൊണ്ടുപോയി പറയുന്നു. ജബ്ബാർ ഫൈസിന് ഒറ്റ ശൈലിയിൽ ഇങ്ങനെ പൊതിയാണ്. എന്നിട്ട് ആംബുലൻസ് എടുത്തേക്കാം, എല്ലാവരും കൂടി വരികയാണ്. പോണ വഴിയിൽ ഉമർലി ശിഹാബ് തങ്ങളെ വീട്ടിൽ കടന്നു. കിടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ആംബുലൻസ് ഉണ്ടപ്പോൾ തങ്ങൾ പാപ്പ കൊലയെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് ഇറക്കണ്ട, ഞാനാണ്ട് വരാറ്. ആ ജബ്ബാർ ഫൈസി ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞു, ഞാനാണ്ട് വരാൻ. ആംബുലൻസിന് എടുത്തിട്ട് തങ്ങൾ വെച്ച് എന്താ സംഭവം എന്ന് വെച്ചു. തങ്ങളെ കോഴിക്കോട് നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം, ഞങ്ങളെ മോനാണ്. തങ്ങൾ അറിഞ്ഞ ഈ കുട്ടി മരിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ മരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് ഇത് മരിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ നാവിന് അങ്ങനത്തെ ഒരു രുചിയും അങ്ങനത്തെ ഒരു ഗന്ധവും അങ്ങനത്തെ ഒരു ആരോഗ്യം, ആ കൽബിന് അങ്ങനത്തെ ഒരു കോളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ആണ്ട് വഷളാവോ തന്നെ. ഈ കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് തങ്ങൾ പറമ്പ് കയറി ഒരു ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരുതി ഒഫീരി വായത്തിന് എന്തോന്ന് മന്ത്രിച്ചു. എന്നിട്ട് പറഞ്ഞു, വായ എങ്ങനെ ഒന്ന് ഉയർത്തി പിടിക്കാൻ പറ്റും. മരിച്ചെടുക്കണമെന്ന് പറഞ്ഞാണ് വായ ഉയർത്തി പിടിച്ചപ്പോൾ തങ്ങൾ ഈ എലന്റെ സത്ത് ജബ്ബാർ ഫൈസിന്റെ, അവരുടെ ഭാഷയിൽ മയ്യത്തായി കിടക്കുന്ന ജബ്ബാർ ഫൈസിന്റെ വായിലേക്ക് ഇടിച്ചപ്പോൾ ജബ്ബാർ ഫൈസിന്റെ കാരാട്ടക്കാരൻ നിൽക്കുന്ന ആ പടപ്പ് 6 കൊല്ലം പാണക്കാട് മുതിർച്ചായിരുന്നു. ആളൊന്നും ജീവിച്ചു. ആളെ കയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് തലന്റെ അടിയിൽ വെച്ചിട്ട് മുമ്പ് കിടന്നു. ഞാൻ പാണക്കാട് സയ്യിദ് അഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ വന്യ പിതാവ് ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ജബ്ബാർ ഫൈസി എന്ന വ്യക്തിയെ പറ്റിയുള്ള ഒരു ഇല്ലാത്ത കറാമത്ത് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ മരിച്ചു എന്ന് കരുതിയ ഒരാൾ വിളിച്ചെടുത്ത സംഭവം ഇല്ല. അതാരും പ്രചരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യരുത്. അദ്ദേഹം രോഗബാധിതനായി 2-3 മാസം വ്യത്യാസ നിലയിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. രോഗം എന്തെന്ന് അറിയാൻ കഴിയാതെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം. അല്ലാതെ അവിടെ കബറ് വയ്ക്കുകയോ മരിച്ചെന്ന് പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി വ്യാജ കറാമത്തുകൾ ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനം വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.